യൂറോപ്യൻ രാഷ്ട്രമായ ബെൽജിയത്തിന്റെ തലസ്ഥാനമാണ് ബ്രസൽസ്. സാംസ്കാരിക രംഗത്ത് അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളൊരു നഗരമാണിത്. ബെൽജിയത്തിന്റെ സംഭവബഹുലമായ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന സ്മാരകങ്ങൾ കേടുപാടുകളൊന്നും കൂടാതെ ഭംഗിയായി സംരക്ഷിക്കുന്നു ബ്രസൽസ്. കലാരംഗത്ത് ബ്രസൽസ് നേടിയ മുന്നേറ്റം അടയാളപ്പെടുത്തുന്ന നിരവധി മ്യൂസിയങ്ങളാണ് പലയിടങ്ങളിലായി പ്രവർത്തിക്കുന്നത്. നഗരത്തിലെ ഓൾഡ് ടൗൺ സ്ക്വയറായ ഗ്രാൻഡ് പ്ലേസ് പോലും ഒരു സുന്ദര കലാശില്പമാണെന്ന് നിസ്സംശയം പറയാനാകും. ബ്രസൽസ് നഗരത്തിലേക്കാണ് സിറ്റി ടൂറിലൂടെ ഇന്നത്തെ നമ്മുടെ യാത്ര. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ബ്രസൽസ് നഗരത്തിലെ പ്രധാനപ്പെട്ട 10 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം അറ്റോമിയം, തുടർന്ന് നാഷണൽ ബസിലിക്ക ഓഫ് ദി സേക്രഡ് ഹാർട്ട് ഇൻ കോക്കൽബർഗ്, അടുത്തതായി ഗ്രാൻഡ് പ്ലേസ്, പിന്നെ മനേക്കൻ പീസ്, തുടർന്ന് സെയിന്റ് ഹ്യൂബർട്ട് റോയൽ ഗ്യാലറീസ്, അവിടെ നിന്നും കത്തീഡ്രൽ ഓഫ് സെയിന്റ് മിഷേൽ ആൻഡ് സെയിന്റ് ഗുഡില, തുടർന്ന് മോണ്ട് ഡെസ് ആർട്സ്, അടുത്തതായി റോയൽ മ്യൂസിയംസ് ഓഫ് ഫൈൻ ആർട്സ്, പിന്നെ റോയൽ പാലസ് ഓഫ് ബ്രസൽസ്, അവസാനമായി പാർക്ക് ഡു സിൻകൊന്റിനേയർ. ആഗോള ടൂറിസം ഭൂപടത്തിൽ ബ്രസൽസിനെ അടയാളപ്പെടുത്തുന്ന കാഴ്ചയായ അറ്റോമിയത്തിൽ നിന്ന് ഈ യാത്ര ആരംഭിക്കാം. അറ്റോമിയം ആധുനിക സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തിൽ രൂപം കൊണ്ട അത്ഭുത നിർമ്മിതി. 30 നില കെട്ടിടത്തിന്റെ ഉയരമാണിതിനുള്ളത്. സ്റ്റീലാണ് പ്രധാന നിർമ്മാണ വസ്തു. 1955 ബ്രസൽസിൽ നടന്ന വേൾഡ് എക്സ്പോയ്ക്ക് വേണ്ടിയായിരുന്നു അറ്റോമിയത്തിന്റെ നിർമ്മാണം. എക്സ്പോയിലൂടെ ലോകമെങ്ങും ഈ അസാധാരണ നിർമ്മിതി പ്രശസ്തിയാർജിച്ചു. അങ്ങനെ ബ്രസൽസിന്റെയും ബെൽജിയത്തിന്റെയും തന്നെയും ഒരു ഐക്കണായി അറ്റോമിയം മാറി. ഇന്ന് നഗരത്തിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന പ്രധാന കാഴ്ചകളിലൊന്നാണ് അറ്റോമിയം. വിശാലമായ പ്രദേശത്ത് 4 കാലുകൾ ഊന്നിയാണ് അറ്റോമിയത്തിന്റെ നിൽപ്പ്. ആറ്റത്തിന്റെ ഘടന അടിസ്ഥാനമാക്കി സ്റ്റീൽ ഗോളങ്ങളെ ഇതിൽ കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നു. 18 മീറ്ററാണ് ഗോളങ്ങളുടെ വ്യാസം. ഓരോ ഗോളവും ഓരോ ഒബ്സർവേഷൻ ഡെക്കുമാണ്. ഗോളങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പൈപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ചരിഞ്ഞ പൈപ്പുകളിൽ എസ്കലേറ്ററും ലംബമായി ഉയരുന്ന കുഴലുകളിൽ ലിഫ്റ്റുകളും സ്ഥാപിച്ചിരിക്കുന്നു. ഗോളങ്ങളിൽ റെസ്റ്റോറന്റുകൾ, മ്യൂസിയങ്ങൾ, സുവനീർ ഷോപ്പുകൾ എന്നിവയെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ഗോളങ്ങളിൽ നിന്നും ചുറ്റുമുള്ള കാഴ്ചകളും കാണാനാകും. ഏറ്റവും മുകളിലുള്ള ഗോളത്തിൽ നിൽക്കുമ്പോഴാണ് നഗരത്തിന്റെ ഏറ്റവും വിശാലമായ കാഴ്ച സാധ്യമാവുക. അറ്റോമിയത്തിന്റെ ചുറ്റുവട്ട പ്രദേശങ്ങൾ മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത ഉദ്യാനമാണ്. പലതരം എക്സിബിഷനുകളും മേളകളും നടക്കുന്ന വേദിയും. ഇനി നാം പോകുന്നത് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയങ്ങളിൽ ഒന്നായ ബസിലിക്ക ഓഫ് സേക്രഡ് ഹാർട്ടിലേക്കാണ്. ആർട്ട് ഡെക്കോ ശൈലിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ദേവാലയങ്ങളിൽ ഏറ്റവും വലിപ്പമേറിയത് ഇതാണ്.
164 മീറ്ററാണ് ദേവാലയത്തിന്റെ നീളം. വീതി 107 മീറ്ററും ഉയരം 89 മീറ്ററും. ഈ വലിപ്പത്തിന് ചേരും വിധമുള്ള കുംഭഗോപുരമാണ് മേൽക്കൂരയിൽ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം 2 ഗോപുരങ്ങൾ മുന്നിൽ വശങ്ങളിലായും ഉയർന്നു നിൽക്കുന്നു. ഇതാണ് ദേവാലയത്തിന്റെ പുറം കാഴ്ച. മേൽക്കൂരയുടെ പ്രധാന ഭാഗങ്ങളിലെല്ലാം ചെമ്പ് പൂശിയിട്ടുണ്ട്. ചെമ്പിൽ ക്ലാവ് പിടിച്ചതാണ് പച്ച നിറത്തിൽ കാണപ്പെടുന്നത്. ഈ പച്ച നിറം കെട്ടിടത്തിന് ഒരു സവിശേഷ ഭംഗി പകരുന്നുമുണ്ട്. ദൂരക്കാഴ്ചയിലാണ് ആ സൗന്ദര്യം കൂടുതൽ ആസ്വദിക്കാനാവുക. ദേവാലയത്തിന് ഉൾവശത്തും വലിപ്പം തന്നെയാണ് പ്രൗഢി നൽകുന്ന ഘടകം. അലങ്കാരങ്ങൾ പൊതുവെ കുറവാണ്. വലിയ ജനാലകളിൽ നൽകിയിട്ടുള്ള സ്റ്റെയിൻ ചിത്രങ്ങൾ ആകർഷകമാകുന്നു. അൾത്താരയുടെ വലിപ്പവും ശ്രദ്ധേയമാണ്. ഇനി നമുക്ക് ബ്രസൽസിന്റെ നഗരഹൃദയത്തിലേക്ക് പോകാം. ഗ്രാൻഡ് പ്ലേസ് എന്ന സിറ്റി സ്ക്വയർ നഗരത്തിലെ ഏറ്റവും പുരാതനമായ ഭാഗം. ഇവിടെ നിന്നുമാണ് ബ്രസൽസ് ഇന്നു കാണുന്ന മഹാനഗരമായി വികസിച്ചത്. നിലവിൽ ഗ്രാൻഡ് പ്ലേസ് കല്ലുപാകിയ ചത്തുരമാണ്. 3.5 ഏക്കർ വിസ്തൃതിയുള്ള സ്ക്വയർ. ഈ പ്രദേശം മുഴുവനും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ക്വയറിന് ചുറ്റുമുള്ള 50 ഏക്കർ ബഫർ സോണിൽ രൂപത്തിൽ മാറ്റം വരുത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും അനുവദിക്കുകയുമില്ല. ഗ്രാൻഡ് പ്ലേസിൽ എന്തുകൊണ്ടാണ് ഇത്രയും നിയന്ത്രണങ്ങൾ എന്ന് ഇവിടെ എത്തുമ്പോൾ ബോധ്യമാകും. പാരമ്പര്യത്തിന്റെ ഗരിമ വിളിച്ചോതുന്ന അതിമനോഹരമായ മന്ദിരങ്ങളാണ് ചത്തുരത്തിനു ചുറ്റുമുള്ളത്. നഗരത്തിലെ ഏറ്റവും ഗംഭീരമായ നിർമ്മിതികൾ ഇവയാണെന്ന് നിസ്സംശയം പറയാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അതേ രൂപത്തിൽ തന്നെ ഇവ ഇപ്പോഴും നിലനിർത്തുകയും ചെയ്തിരിക്കുന്നു. പൊളിഞ്ഞുപോയ പ്ലാസ്റ്ററിങ്ങും നിറത്തിന്റെ മങ്ങലുമെല്ലാം പ്രകടമാണെങ്കിലും അതൊന്നും പ്രൗഢിക്ക് കുറവ് വരുത്തുന്നില്ല. ചുട്ടെടുത്ത മൺകട്ട, ചുണ്ണാമ്പുകല്ല് എന്നിവയൊക്കെയാണ് മന്ദിരങ്ങളുടെ നിർമ്മാണ വസ്തു. നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇവ ഉറപ്പോടെ നിലനിൽക്കുന്നു. ടൗൺ ഹാൾ, സിറ്റി മ്യൂസിയം എന്നിവയെല്ലാം ഈ മന്ദിരങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലായിടങ്ങളിലും വിശദമായ കാഴ്ചയ്ക്ക് ഗൈഡഡ് ടൂറുകളിൽ ലഭ്യമാണ്. ഗ്രാൻഡ് പ്ലേസ് പകലും രാത്രിയിലും കാണേണ്ടതുണ്ട്. മനോഹരമായ ലൈറ്റിംഗും റെസ്റ്റോറന്റുകളും ടൂറിസ്റ്റുകളുടെയും തദ്ദേശീയരുടെയും ബാഹുല്യവും എല്ലാം ചേർന്ന് ഒരു വേറിട്ട ഭാവമായിരിക്കും രാത്രിയിൽ ഗ്രാൻഡ് പ്ലേസിന്. വിശേഷ ദിവസങ്ങളിൽ ഇവിടം ആഘോഷവേദിയായി മാറുകയും ചെയ്യും. ഇനി കാണേണ്ടത് ബ്രസൽസിലെ ഏറ്റവും കൗതുകകരമായ കാഴ്ചകളിൽ ഒന്നാണ്. മനേക്കൻ പീസ്. മുന്നിലുള്ള ചെറിയൊരു ഫൗണ്ടനിലേക്ക് നഗ്നനായി നിന്ന് മൂത്രമൊഴിക്കുന്ന ആൺകുട്ടിയുടെ പ്രതിമ. വെങ്കലത്തിലാണ് ഈ ശില്പം നിർമ്മിച്ചിട്ടുള്ളത്. ഇത്തരം പ്രതീകങ്ങൾ യൂറോപ്യൻ കലാരംഗത്ത് കാലങ്ങളായി ഉപയോഗിച്ചു വരുന്നുണ്ട്. സാഹചര്യമനുസരിച്ച് അർത്ഥത്തിൽ മാറ്റങ്ങൾ വരുമെന്ന് മാത്രം. ഇവിടെ ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയും കുസൃതിയുമാണ് വിഷയമാക്കിയിരിക്കുന്നത്. 15-ാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ ഇത്തരമൊരു പ്രതിമ ബ്രസൽസിൽ ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്നു. ഇന്ന് കാണുന്ന രൂപത്തിലുള്ള വെങ്കല പ്രതിമ സ്ഥാപിച്ചത്
17-ാം നൂറ്റാണ്ടിലാണ്. അടുത്ത കാലത്ത് തുടർച്ചയായി ഉണ്ടായ മോഷണ ശ്രമങ്ങൾക്കൊടുവിൽ മനേക്കൻ പിസിന്റെ യഥാർത്ഥ പ്രതിമ സിറ്റി മ്യൂസിയത്തിലേക്ക് മാറ്റാൻ അധികൃതർ തീരുമാനിച്ചു. അതേ മാതൃകയിൽ വെങ്കലത്തിൽ തന്നെ നിർമ്മിച്ച ശില്പമാണ് ഇപ്പോഴുള്ളത്. നഗ്നനായ കുട്ടിയുടെ പ്രതിമയിൽ വസ്ത്രം അണിയിക്കുന്നത് ഇവിടെ സംഘടിപ്പിക്കുന്ന രസകരമായൊരു ചടങ്ങാണ്. എല്ലാ ദിവസവും നടക്കുന്ന ചടങ്ങ് കാണാൻ ധാരാളം ടൂറിസ്റ്റുകളും തടിച്ചുകൂടും. പ്രത്യേക സംഘം സൂക്ഷ്മമായി വിലയിരുത്തി തെരഞ്ഞെടുക്കുന്ന വസ്ത്രമാണ് മനേക്കൻ പിസിനെ അണിയിക്കുന്നത്. നിലവിൽ ഇത്തരം 1000-ഓളം വസ്ത്രങ്ങൾ ശേഖരത്തിലുണ്ട്. ഇവ ഒരു മ്യൂസിയം സ്ഥാപിച്ച് പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണിവിടം. വെങ്കലവും ഗ്ലാസും ചോക്ലേറ്റും മറ്റും ഉപയോഗിച്ച് നിർമ്മിച്ച മനേക്കൻ പിസിന്റെ ചെറുരൂപങ്ങൾ വിൽക്കുന്ന നിരവധി സുവനീർ ഷോപ്പുകളും ചുറ്റും കാണാം. ഇനി പോകേണ്ടത് 18-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ഒരു ഷോപ്പിംഗ് മാളിലേക്കാണ്. സെയിന്റ് ഹ്യൂബർട്ട് റോയൽ ഗാലറീസ്. ഒരു പാത പോലെ നീണ്ടുപോകുന്ന ഇടനാഴിയാണ് ഇതിന്റെ പ്രധാന ഭാഗം. കെട്ടിടത്തിലെ ഏറ്റവും ആകർഷകമായ ഭാഗം ഇടനാഴിക്ക് മുകളിലുള്ള മേൽക്കൂരയാണ്. ഗ്ലാസ് പാകിയാണ് മേൽക്കൂരയുടെ നിർമ്മാണം. ചില്ലിലൂടെ കടന്നുവരുന്ന സൂര്യപ്രകാശം ഉൾവശമാകെ പരക്കുന്നു. ഈ പ്രകാശത്തിൽ കൊത്തുപണികളും അലങ്കാരങ്ങളുമായി ഡിസൈൻ ചെയ്തിട്ടുള്ള വശങ്ങളിലെ 3 നില കെട്ടിടങ്ങൾ മനോഹരമായൊരു കാഴ്ചയാണ്. ഇടനാഴികളോട് കൂടിയ 2 ഭാഗങ്ങൾ കോംപ്ലക്സിനുണ്ട്. നിർമ്മിച്ച കാലത്ത് ഇവിടം സമ്പന്നരുടെ ഷോപ്പിംഗ് സെന്റർ ആയിരുന്നു. സ്വർണം, രത്നം എന്നിങ്ങനെ വളരെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വിറ്റിരുന്ന ഇടം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപാരികളും അന്നിവിടെ കച്ചവടത്തിനായി എത്തിയിരുന്നു. വശങ്ങളിലെ കെട്ടിടങ്ങളിലെല്ലാം ഇപ്പോഴും പലതരം കടകൾ പ്രവർത്തിക്കുന്നുണ്ട്. ടൂറിസ്റ്റുകളെ ലക്ഷ്യമാക്കിയുള്ള സുവനീർ ഷോപ്പുകൾ, ഹാൻഡിക്രാഫ്റ്റ് ഗ്യാലറികൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. ഇത് കൂടാതെ മേക്കപ്പ് സെന്ററുകളും ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകളുമെല്ലാം ഇവിടെയുണ്ട്. ബെൽജിയൻ സംസ്കാരത്തെ അടുത്തറിയാൻ സാധിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇവിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത്. ബെൽജിയൻ വിഭവങ്ങളുടെ റെസ്റ്റോറന്റുകളാണ് ഇതിൽ പ്രമുഖം. വലിയ ആരാധകരുള്ള ബെൽജിയൻ ചോക്ലേറ്റ് വിൽക്കുന്ന നിരവധി കടകൾ ഇവിടെയുണ്ട്. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അടുത്തത് ബ്രസൽസിലെ റോയൽ ചർച്ചാണ്. ബ്രസൽസ് കത്തീഡ്രൽ എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള കത്തീഡ്രൽ ഓഫ് സെയിന്റ് മിഷേൽ ആൻഡ് സെയിന്റ് ഗുഡുല. നഗരത്തിൽ ആദ്യമായി പണിതുയർത്തിയ ബൃഹത് നിർമ്മിതികളിൽ ഒന്നാണിത്. 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് കത്തീഡ്രലിന്റെ നിർമ്മാണം പൂർത്തിയായത്. 300 വർഷത്തോളം നീണ്ടതായിരുന്നു നിർമ്മാണം. അതുകൊണ്ട് തന്നെ പലതരം ഡിസൈൻ രീതികൾ ദേവാലയ മന്ദിരത്തിൽ കാണാനാകും. എങ്കിലും ഗോഥിക്, ബറോക്ക് എന്നിവയാണ് പ്രധാനം. മുൻഭാഗത്തെ പ്രധാന കാഴ്ച ഇരട്ട ഗോപുരങ്ങളാണ്. 64 മീറ്റർ ഉയരമുള്ള ടവറുകൾ കൊത്തുപണികളാൽ സമ്പന്നമാണ്.
ഇതിനിടയിലുള്ള മുഖപ്പിലും അലങ്കാരങ്ങൾക്ക് കുറവില്ല. കത്തീഡ്രലിന്റെ ഉൾവശത്തെ കാഴ്ചകളും ഗംഭീരമാണ്. ബറോക്ക് അലങ്കാരങ്ങളുടെ സൗന്ദര്യം ഏറ്റവും പ്രകടമാകുന്നത് ഉള്ളിലാണെന്ന് പറയാം. ഗോഥിക് കമാനങ്ങൾ ഹാളിന്റെ മേൽക്കൂരയ്ക്ക് സവിശേഷ ഭംഗി പകരുന്നു. തൂണുകളിലും ഭിത്തികളിലും ഇടനാഴികളിലും ശില്പങ്ങൾ കാണാം. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ച ജനാലകളിലെ സ്റ്റെയിൻ ചിത്രങ്ങളാണ്. വശങ്ങളിലും അൾത്താരയുടെ പിന്നിലുമെല്ലാം വലിയ ചില്ലുജാലകങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. രാജകീയ വിവാഹങ്ങൾ, സ്ഥാനാരോഹണങ്ങൾ, ബൈബിൾ സന്ദർഭങ്ങൾ എന്നിവയൊക്കെ ഈ ചിത്രങ്ങളിൽ വിഷയങ്ങളാണ്. ജനാലകളിലൂടെ പ്രവഹിക്കുന്ന പ്രകാശം ഉള്ളിലെ കാഴ്ചകളുടെ മാറ്റുകൂട്ടുന്നുമുണ്ട്. മറ്റൊരു കാഴ്ചയാണ് മധ്യത്തിലായുള്ള പ്രസംഗപീഠം. ബറോക്ക് ശൈലിയിലുള്ള കൊത്തുപണികൾ കൊണ്ട് സമ്പന്നമായ ഒരു മനോഹരമായ ശില്പം തന്നെയാണിത്. ബ്രസൽസിലെ ഒരു പ്രധാനപ്പെട്ട കൾച്ചറൽ ഏരിയയാണ് അടുത്ത ഡെസ്റ്റിനേഷൻ, മോണ്ട് ഡെസ് ആർട്സ്. മോണ്ട് ഡെസ് ആർട്സ് എന്ന പേരിന് ഹിൽ ഓഫ് ആർട്സ് എന്നാണ് അർത്ഥം. റോയൽ ഫൈൻ ആർട്സ് മ്യൂസിയങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ കുന്നിൻ മുകളിലാണ്. കലയുമായി ബന്ധപ്പെട്ട മ്യൂസിയങ്ങൾ അടക്കമുള്ള മറ്റ് സ്ഥാപനങ്ങളും ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അങ്ങനെയാണ് മോണ്ട് ഡെസ് ആർട്സ് എന്ന പേര് ലഭിച്ചത്. നഗരത്തിലെ അപ്പർ ലോവർ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രദേശം കൂടിയാണ് ഇവിടം. കുന്നിൻ മുകളിലേക്ക് കയറുന്ന ചരിവിലെ ഒരു തട്ടിൽ പണികഴിപ്പിച്ചിട്ടുള്ള ഉദ്യാനമാണ് മോണ്ട് ഡെസ് ആർട്സിലെ ഒരു പ്രധാന ആകർഷണം. ഇവിടെ സീസണൽ പൂച്ചെടികൾ നട്ടുവളർത്തി മനോഹരമായ ഫ്ലവർ ബെഡുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇവ പൂവിടുമ്പോൾ പുഷ്പോദ്യാനം ഒരു വർണ്ണാഭമായ കാഴ്ചയായി മാറും. ഗാർഡനിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും നഗരത്തിന്റെ കൂടുതൽ വിശാലമായ ദൃശ്യങ്ങൾ കാണാം. പ്രസിദ്ധമായ മന്ദിരങ്ങളും ഗോപുരങ്ങളുമെല്ലാം ഉയർന്നു നിൽക്കുന്ന ബ്രസൽസ് നഗരം ഇവിടെ നിന്നും നോക്കുമ്പോൾ ഒരു വേറിട്ട കാഴ്ചയാണ്. രാത്രിയിൽ ലൈറ്റുകൾ തെളിയുന്നതോടെ ഇത് കൂടുതൽ ആകർഷകമാവുകയും ചെയ്യും. ഇനി നമുക്ക് ബെൽജിയത്തിന്റെ നാഷണൽ ആർട്ട് ഗ്യാലറി കണ്ടുവരാം. റോയൽ മ്യൂസിയംസ് ഓഫ് ഫൈൻ ആർട്സ്. 20,000-ലധികം കലാസൃഷ്ടികൾ ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6 വിഭാഗങ്ങളായി തിരിച്ചാണ് മ്യൂസിയത്തിന്റെ ക്രമീകരണം. ഇതിൽ 3 വിഭാഗങ്ങൾ ബെൽജിയൻ കലാചരിത്രത്തിലെ 3 കാലഘട്ടങ്ങളെയും മറ്റുള്ള 3 3 പ്രമുഖ കലാകാരന്മാരെയും പ്രതിനിധീകരിക്കുന്നു. ശില്പങ്ങളും ചിത്രങ്ങളുമാണ് റോയൽ മ്യൂസിയംസ് ഓഫ് ഫൈൻ ആർട്സിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കലാസൃഷ്ടികളുടെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ശേഖരങ്ങളിൽ ഒന്നാണിത്. അതുകൊണ്ട് തന്നെ കലാപ്രേമികളായ ടൂറിസ്റ്റുകൾ ഈ പ്രദർശനം വിശദമായി കണ്ട ശേഷമേ മടങ്ങാറുള്ളൂ. ബെൽജിയത്തിൽ ഏറ്റവും അധികം സന്ദർശകരെത്തുന്ന മ്യൂസിയവും ഇതുതന്നെയാണ്. ഗൈഡഡ് ടൂറുകൾ ഇവിടെ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാനാകും. ഓരോ സൃഷ്ടിയെപ്പറ്റിയുമുള്ള വിശദമായ വിവരങ്ങൾ ഗൈഡ് നിങ്ങളുമായി പങ്കുവെക്കും. ഈ രചനകൾ കാണുന്നതിനൊപ്പം അവയുടെ സാംസ്കാരിക പശ്ചാത്തലം, അവ തയ്യാറാക്കുന്ന രീതി എന്നിവ കൂടി അറിയുന്നത് പ്രധാനമാണ്. ഓൾഡ് മാസ്റ്റേഴ്സ് മ്യൂസിയമാണ് കോംപ്ലക്സിലെ മറ്റൊരു വിഭാഗം. 15 മുതൽ 18 വരെ നൂറ്റാണ്ടുകൾക്കിടയിലുള്ള സൃഷ്ടികൾ ഇവിടെ കാണാനാകും. രണ്ടാമത്തെ വിഭാഗം
ഫിൻഡെ സിയേക്കള എന്നറിയപ്പെടുന്നു. 18 മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെയുള്ള സൃഷ്ടികൾ പ്രദർശിപ്പിച്ചിട്ടുള്ള വിഭാഗം. തുടർന്നുള്ള കാലത്തെ സൃഷ്ടികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മോഡേൺ മ്യൂസിയത്തിലാണ്. അടുത്തതായി നമുക്ക് കാണേണ്ടത് ബെൽജിയം രാഷ്ട്രത്തലവന്റെ ഔദ്യോഗിക വസതിയായ റോയൽ പാലസ് ഓഫ് ബ്രസൽസ് ആണ്. രാജാവാണ് ബെൽജിയത്തിന്റെ രാഷ്ട്രത്തലവൻ. ഔദ്യോഗിക വസതിയാണെങ്കിലും രാജാവ് താമസിക്കുന്നത് ഇവിടെയല്ല. നഗരത്തിന് വടക്കുഭാഗത്തായുള്ള റോയൽ പാലസ് ഓഫ് ലെയ്ക്കനിലാണ്. എന്നാൽ രാഷ്ട്രത്തലവൻ എന്ന നിലയിലുള്ള ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതും ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതുമെല്ലാം റോയൽ പാലസ് ഓഫ് ബ്രസൽസിലാണ്. രാഷ്ട്രത്തലവന്റെ കേന്ദ്രമായതിനാൽ കൊട്ടാരത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമ്മർ സീസണിൽ മാത്രമേ ഇതിനുള്ളിൽ പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. മുൻകൂട്ടി ബുക്ക് ചെയ്തുള്ള ഗൈഡഡ് ടൂറുകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗൈഡിനൊപ്പം പ്രധാനപ്പെട്ട ഹാളുകൾ, മുറികൾ എന്നിവയെല്ലാം കണ്ട് പുറത്തിറങ്ങാം. ചരിത്രവും മറ്റ് വിശദാംശങ്ങളും ഗൈഡ് വ്യക്തമായി പറഞ്ഞു തരികയും ചെയ്യും. നിയോ ക്ലാസിക്കൽ ശൈലിയിലുള്ള കൊട്ടാരം പുറത്തും അകത്തുമെല്ലാം ഗംഭീര കാഴ്ച തന്നെയാണ്. ഉള്ളിലെ കൊത്തുപണികളും ശില്പങ്ങളും ചുവർ ചിത്രങ്ങളുമെല്ലാം കാഴ്ച കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നു. പ്രധാന ഹാളുകളിൽ ഷാൻഡലിയർ വിളക്കുകൾ സവിശേഷ ഭംഗി പകരുന്നുണ്ട്. രാജകുടുംബത്തിന്റെ കൈവശമുണ്ടായിരുന്ന കലാസൃഷ്ടികളുടെയും പുരാവസ്തുക്കളുടെയും ശേഖരവും ഇവിടെ പലയിടങ്ങളിലായി കാണാനാകും. മുന്നിലും പിന്നിലുമായി മനോഹരമായ ഗാർഡനുകളാണ് കൊട്ടാരത്തിലെ മറ്റൊരു കാഴ്ച. ഇനി നമുക്കൊരു പബ്ലിക് പാർക്ക് കാണാനാണ് പോകേണ്ടത്. പാർക്ക് ഡു സിൻകൊന്റിനെയർ. 50-ാം വാർഷികത്തിന്റെ ഉദ്യാനം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ബെൽജിയം രാഷ്ട്രം രൂപീകൃതമായതിന്റെ 50-ാം വർഷത്തിലായിരുന്നു പാർക്കിന്റെ നിർമ്മാണം. 1830-ൽ നടന്ന ഒരു വിപ്ലവത്തെ തുടർന്നാണ് ഹോളണ്ടിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട് ബെൽജിയം സ്വതന്ത്രമായത്. ആ വിപ്ലവത്തിന്റെ സ്മരണ ഈ പാർക്കിലൂടെ ബെൽജിയം ജനത നിലനിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പൊതു ഉദ്യാനം എന്നതിനപ്പുറം പാർക്കിന് ചരിത്രപരമായി വലിയ പ്രാധാന്യമുണ്ട്. പാർക്കിലെ മുഖ്യ ആകർഷണം വിപ്ലവം വിജയിച്ചതിന്റെ ഓർമ്മയുണർത്തുന്ന ട്രയംഫൽ ആർച്ചാണ്. കൊത്തുപണികൾ കൊണ്ടും ശില്പങ്ങൾ കൊണ്ടും അതിഗംഭീരമായി അലങ്കരിച്ചിട്ടുള്ള പ്രൗഢ നിർമ്മിതി. ഈ ആർച്ചിന് മുകളിലെ ഒബ്സർവേഷൻ ഡെക്കിൽ കയറിയാൽ ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ പനോരമിക് കാഴ്ച സാധ്യമാകും. ആർച്ചിന്റെ വശങ്ങളിലേക്ക് നീളമേറിയ ഹാളുകളോട് കൂടിയ കെട്ടിടങ്ങൾ പണികഴിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ വടക്കുഭാഗത്ത് നാഷണൽ മിലിറ്ററി മ്യൂസിയമാണ് പ്രവർത്തിക്കുന്നത്. സൈന്യത്തിന്റെ ചരിത്രവും സേനയുടെ ഭാഗമായിരുന്ന വാഹനങ്ങളും ആയുധങ്ങളുമെല്ലാം ഇവിടെ കാണാം. ആർച്ചിന്റെ തെക്കുഭാഗത്തുള്ള കെട്ടിടത്തിൽ ആർട്ട് ആൻഡ് ഹിസ്റ്ററി മ്യൂസിയം പ്രവർത്തിക്കുന്നു. ബെൽജിയത്തിന്റെ സാംസ്കാരിക ചരിത്രത്തോടൊപ്പം ഒരു കലാപ്രദർശനവും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിമനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള ഗാർഡനിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കുന്നത് പാർക്കിൽ രസകരമായ അനുഭവമാണ്. നഗരം കണ്ടു മടുക്കുമ്പോൾ ഒരു വിശ്രമത്തിനും ഇവിടേക്കെത്താം. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ അത്രയധികം പ്രസിദ്ധമല്ലാത്ത നഗരമാണ് ബ്രസൽസ്. എന്നാൽ
ബ്രസൽസിന്റെ സാംസ്കാരിക പ്രാധാന്യം എത്രയെന്ന് മനസ്സിലാക്കാൻ ഗ്രാൻഡ് പ്ലേസ് എന്ന ചത്തുരം മാത്രം കണ്ടാൽ മതി. ഭൂതകാലത്തിന്റെ ഓർമ്മകൾ മനോഹരമായി സംരക്ഷിച്ചു നിർത്തുന്നതിലൂടെ സന്ദർശകർക്ക് മറക്കാനാവാത്ത അനുഭവങ്ങൾ ഈ നഗരം സമ്മാനിക്കുന്നു.